നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അവൾ അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവള് വീണിന്റെ അടുത്തേക്ക് പോയെന്ന് വരാം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അമ്മ അത്രയ്ക്കും അതിശക്തിയായ ഒരു ശക്തിയാണ്. അന്ന് കല്യാണി വീണയുടെ അടുത്തേക്ക് പോയാല് ഹരിക്കത് താങ്ങാൻ പറ്റുമോ? ഇതെന്തൊരു ചോദ്യമാണോ? അതിനേക്കാൾ ഭേദം മരണമല്ലേ? അതുകൊണ്ട് ഹരി ഞാനിപ്പോ ഇത് പറയുന്നത്. കല്യാണിക്ക് അവളുടെ അമ്മയെ വേണം. ഹരി വിചാരിച്ച ഈ പ്രശ്നം നിസ്സാരമായിട്ട് തീരും. വീണയ്ക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, പക്ഷേ ആ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ ഹരിക്ക് പറ്റും. അവളെ മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കാര്യം ഹരി മനസ്സിലാക്കിക്കോളും. കല്യാണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഹരി സാധിച്ചു കൊടുക്കുന്നില്ലേ? പക്ഷെ അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് അവളുടെ അമ്മയാണ്. അതുകൊണ്ട് ഹരി വീണയ്ക്ക് മാപ്പ് കൊടുക്കണം. ഹരി വീണയെ ജീവിതത്തിലേക്ക് കൂട്ടണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമുക്കെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കാം ഇതുപോലെ. എന്നിട്ട് പതിയെ ഞാനും ജീവനിലേക്ക് തിരിച്ചു പോവാം. അതിനുള്ള മാറ്റങ്ങൾ ജീവനിലുണ്ടെന്ന് മനസ്സിലായി. ഹരി എന്താ ഒന്നും പറയാതെ? പറയാനെന്താ? ഒരുപാട് ആലോചിക്കേണ്ട കാര്യമല്ലേ താൻ പറഞ്ഞത്? ആലോചിക്കട്ടെ. ഹരിക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പറ. ഏയ്, അതൊന്നുമില്ല. പറയേ, എന്നോടല്ലേ? വേണോടോ, താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്നും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു, കൂട്ടിമുട്ടാത്തവർ. അതങ്ങനെ തന്നെ പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.